നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. കൊട്ടിയൂരിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ട്രെയിനിൽ പോകാനാണോ ആ പ്ലാനിങ്? എവിടെ ഇറങ്ങണം? എവിടെയാണ് ആദ്യം ദർശനം നടത്തേണ്ടത്? താമസിക്കാൻ എവിടെയാണ് നല്ലത്? ലഗേജ് എവിടെ സൂക്ഷിക്കും? ഫ്രഷ് ആകാൻ സൗകര്യമുണ്ടോ? സ്ത്രീകൾക്കുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ്? ഇതൊക്കെ അറിയാതെ പോകുന്നവർക്ക് ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്പെടും. ഇന്ന് നമ്മൾ പോകുന്നത് ദക്ഷയാഗത്തിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന പുണ്യഭൂമിയായ കൊട്ടിയൂരിലേക്കാണ്. ട്രെയിനിൽ എങ്ങനെ എത്താം? ചെലവ് എത്രയാവും? ദർശനം എങ്ങനെ പ്ലാൻ ചെയ്യാം? സ്റ്റേ മുതൽ ക്ലോക്ക് റൂം വരെ എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. കാരണം കൊട്ടിയൂർ യാത്ര പോകുന്നവർ അറിയേണ്ട പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ യാത്ര തുടങ്ങാം കൊട്ടിയൂരിലേക്ക്. നമ്മുടെ യാത്ര തുടങ്ങുന്നത് കൊല്ലത്തു നിന്നുമാണ്. ട്രെയിൻ നമ്പർ 166-04 മാവേലി എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. കൊല്ലത്തു നിന്നും തലശ്ശേരിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരാൾക്ക് 265 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ യാത്ര ചെയ്യുന്ന ഈ മാവേലി എക്സ്പ്രസ് എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും രാത്രി 7:25 പുറപ്പെട്ട് ആലപ്പുഴ വഴി മംഗലാപുരം വരെ പോകുന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ എല്ലാ ദിവസവും കൊല്ലത്തെത്തുന്നത് രാത്രി ഒരു 8:30 കേട്ടോ. ഈ ട്രെയിൻ കൂടാതെ കോട്ടയം വഴി തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ എല്ലാ ദിവസവും പോകാൻ 2 ട്രെയിനുകളുണ്ട്. ഇതാണ് ആ 2 ട്രെയിനുകൾ. ട്രെയിൻ നമ്പർ 166-29 മലബാർ എക്സ്പ്രസും ട്രെയിൻ നമ്പർ 163-47 മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസും. ഇതിൽ ഏതിൽ കയറിയാലും നിങ്ങൾക്ക് തലശ്ശേരിയിലേക്ക് ഇറങ്ങാവുന്നതാണേ. നമ്മുടെ ട്രെയിൻ തൊട്ടടുത്ത ദിവസം വെളുപ്പിനെ 5:15 തലശ്ശേരി എത്തി. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ് നമ്മളെ ട്രെയിൻ വരുന്നത്. നേരെ അവിടെയുള്ള റെയിൽവേയുടെ കടയിൽ നിന്ന് ഒരു ചൂട് ചായ മേടിച്ചു. 15 രൂപയായി കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ചായ ആയിരുന്നു. അതും കുടിച്ച് നേരെ പ്ലാറ്റ്ഫോം നമ്പർ 1 കൂടി നടന്ന് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു AC വെയിറ്റിംഗ് ഹോളുണ്ട്. മണിക്കൂറിന് 30 രൂപയാണ്. ഒന്ന് ഫ്രഷ് ആവാൻ തീരുമാനിക്കുന്നവർക്ക് അത് വളരെയധികം ഉപകാരപ്രദമാവും. വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി ഒരു 300 മീറ്റർ പതുക്കെ നടക്കുമ്പോൾ ബസ് സ്റ്റാൻഡിലെത്തും. നടന്നു പോകുന്നവർക്ക് ഈസി ആയിട്ട് നടന്നു പോകും. ഇനി ഓട്ടോ ആണെങ്കിൽ ചിലപ്പോൾ 40-50 ഒക്കെ അവർ മേടിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റാൻഡിൽ നിന്നും എപ്പോഴും നമുക്ക് ബസ് ലഭിക്കും കൊട്ടിയൂർ പോകാനായിട്ട്. 1.5 മണിക്കൂറോളം യാത്രയുണ്ട് സ്റ്റാൻഡിൽ നിന്ന് കൊട്ടിയൂർ വരെ. നമ്മൾ നേരെ ഒരു KSRTCയിൽ കയറി. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 73 രൂപയാണ് കേട്ടോ. കറക്റ്റ് 6 മണിക്ക് തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു. പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല രസമാണ്. ഈ മഴക്കാലത്ത് അതൊക്കെ ആസ്വദിച്ച് ബസ്സിൽ യാത്ര ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. കറക്റ്റ് 7:30 കഴിഞ്ഞപ്പോൾ നമ്മൾ കൊട്ടിയൂരെത്തി. നമ്മുടെ മഴക്കുട്ടൻ ഇങ്ങനെ കൂടിയും കുറഞ്ഞും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് തന്നെ ധാരാളം സത്രവും ഹോം സ്റ്റേയും റൂമും ഒക്കെ ഉണ്ട്. വില കുറച്ച് തന്നെ കിട്ടും. ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് എടുക്കാവുന്നതാണ് കേട്ടോ റൂം. നിങ്ങൾ ഇവിടെ വന്ന് ഈ ബസ് ഇറങ്ങുമ്പോൾ തന്നെ ചുറ്റും നിങ്ങൾക്ക് അതൊക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെ എത്തിയ നമ്മൾ ആദ്യം ദർശനം നടത്തേണ്ടത് അക്കരെ കൊട്ടിയൂരാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ഇക്കരെ കൊട്ടിയൂര് ദർശനം നടത്താനായി പോവാൻ. നമുക്ക് എന്തായാലും അക്കരെ കൊട്ടിയൂര് പോകാം. ആ പോകുന്ന വഴിയിൽ തന്നെയാണ് ബാവലിപ്പുഴ. അവിടെ ഇറങ്ങി നൈസായിട്ടൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നേരെ ദർശനത്തിനുള്ള ക്യൂവിൻ്റെ അടുത്ത് പോകാനായിട്ട്. അവിടെ അടുത്തായിട്ട് തന്നെയാണ് ക്ലോക്ക് റൂമും. അവിടെ നമുക്ക് ബാഗ്, ചെരുപ്പ് ഒക്കെ കൊടുക്കാം. പിന്നെ ഫോണും ചെറിയ ബാഗ് കൂടെയൊക്കെ നമുക്ക് കയ്യിൽ വെക്കാം. അതൊന്നും പ്രോബ്ലം ഇല്ല കേട്ടോ. എല്ലാ ഭാഗത്തും ജെൻസിനും ലേഡീസിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടോയ്ലറ്റുകളുണ്ട്. ലേഡീസിന് ഡ്രസ്സ് മാറാൻ സെപ്പറേറ്റ് സ്ഥലം നമ്മുടെ പുഴയുടെ അടുത്തൊക്കെ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല, അറിയാലോ, പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ എത്തിയാൽ ഒന്നിനും ഒരു കുറവില്ല എന്നുള്ളതാണ്. പിന്നെ പുരുഷന്മാർക്ക് ഷർട്ട് പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ VIP ദർശനമുണ്ട് കേട്ടോ. അതായത് 1000 രൂപ കൊടുത്താണത്. അത് ഈ അന്നദാനത്തിൻ്റെ എന്തോ ഒരു സംഭവമാണ്. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ക്യൂ ഒന്നും നിൽക്കേണ്ട, നേരെ ഡയറക്റ്റ് ദർശനമാണ്. നമ്മൾ എന്തായാലും ഫ്രീ ക്യൂവിലോട്ട് കയറി നിന്നിട്ടുണ്ട്. നേരം വെളുത്ത് വരുന്നത് കൊണ്ട് അത്യാവശ്യം തിരക്കായി വരുന്നതേ ഉള്ളൂ. എന്നാലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. കൊട്ടിയൂര് എന്ന് പറയുമ്പോൾ പലർക്കും ആദ്യം വരുന്ന സംശയം എന്താണ് ഇക്കരെ കൊട്ടിയൂര്, എന്താണ് അക്കരെ കൊട്ടിയൂര് എന്നുള്ളതാണ്. ഇക്കരെ കൊട്ടിയൂര് എന്ന് പറയുന്നത് പ്രധാന ക്ഷേത്രഭാഗമാണ്. വർഷം മുഴുവൻ ഇവിടെ ദർശനം നടത്താനായി സാധിക്കും. പക്ഷേ എല്ലാവരും കൂടുതലായി കാത്തിരിക്കുന്നത് വൈശാഖ മഹോത്സവ സമയത്താണ്. മെയ് 28 മുതൽ ജൂൺ 24 വരെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ഇതിൽ സ്ത്രീകൾക്ക് പ്രവേശനം മെയ് 30 മുതൽ ജൂൺ 20
ഉച്ച ശീവേലി വരെയാണ് കേട്ടോ. അക്കരെ കൊട്ടിയൂർ ഇത്ര സ്പെഷ്യൽ ആകുന്നത് വൈശാഖ മഹോത്സവ കാലങ്ങളിൽ മാത്രമാണ് ഇവിടം തുറക്കാറുള്ളത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൊട്ടിയൂരപ്പനെ ദർശിക്കണം. കൊട്ടിയൂർ പെരുമാൾ കേൾക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ മഹാശിവക്ഷേത്രം പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാവുന്ന സ്ഥലം. ഹൈന്ദവ പുരാണമനുസരിച്ച് തൻ്റെ മകളായ സതീദേവിയെയും ഭർത്താവായ മഹാദേവനെയും അറിയിക്കാതെ ദക്ഷൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ ഭഗവാൻ മഹാദേവന്റെ വിലക്കിനെ മറികടന്നു സതീദേവി ആ യാഗത്തിന് പോകുകയും അവിടെ വെച്ച് സ്വപിതാവിനാൽ അപമാനിക്കപ്പെടുകയും ചെയ്തു. ആ വേദനയിൽ ആത്മഹൂതി ചെയ്ത സതീദേവിയെ അന്വേഷിച്ച് മഹാദേവൻ അവിടെ എത്തുകയും രോഷാകുലനായി ദക്ഷന്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ യാഗം നടന്ന സ്ഥലമാണ്, പുണ്യഭൂമിയാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ. അങ്ങനെ നമ്മൾ ദർശനം കഴിഞ്ഞിറങ്ങി ഒരു 3 മണിക്കൂർ എടുത്തു കേട്ടോ. ഇനി ഇക്കരെ കൊട്ടിയൂർ പോകണം, പതുക്കെ നടന്നു പോവാം. എന്തായാലും ഇവിടെ വഴിപാട് കൗണ്ടറൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഒരു നെയ്പായസം ഞാൻ മേടിച്ചു കേട്ടോ. 100 രൂപയായി. തിരക്ക് അത്യാവശ്യം കൂടി വരുന്നുണ്ട് ഇവിടെ. മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് തെന്നി വീഴാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം നമ്മൾ ഓരോ ചുവടും നടക്കാനായിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ തെന്നി വീഴാൻ സാധ്യത കൂടുതലാണ്. പോകുന്ന വഴികളിലൊക്കെ ധാരാളം കടകളൊക്കെ നമുക്ക് കാണാനായി പറ്റും. പലതരത്തിലുള്ള ഇഷ്ടം പോലെ കച്ചവടക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് ഈ സംഭവം നമ്മൾ കണ്ടത്. മുളയരി പായസമാണ്, 30 രൂപയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒരെണ്ണം മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രുചിയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല ചൂട് സാധനം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 30 രൂപയ്ക്ക് കൊള്ളാം. ഞാൻ ആദ്യം ചെറിയ ഗ്ലാസ്സിലാണ് തന്നതെന്ന് വെച്ചിട്ട് ഒരു ചെറിയ പരിഭവം ഉണ്ടായിരുന്നു. പക്ഷേ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാ കടകളിലുമായി ഓടപ്പൂവ് കാണാനായിട്ട് പറ്റും. ഭഗവാന്റെ പ്രസാദമായി ഭക്തർ കണക്കാക്കുന്ന ഒരു സാധനമാണ് ഈ ഓടപ്പൂവ്. വീടുകളിൽ കെട്ടി വെക്കാറായിട്ട് ആളുകൾ ഇത് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. നമ്മുടെ ഈ ഐശ്വര്യത്തിനും വീട്ടിലെ സമൃദ്ധിക്കൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കാമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഇക്കരെ കൊട്ടിയൂരെത്തി. ക്ഷേത്രം തുറന്നിരിക്കുകയാണ്. അകത്തും കയറാം. പ്രതിഷ്ഠ കാണാൻ പറ്റില്ല, വാതിൽ തുറക്കില്ല ഈ വൈശാഖ മഹോത്സവ കാലങ്ങളിൽ കേട്ടോ. അല്ലാത്തപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ വന്ന് ദർശനം നടത്താം. കുറച്ചധികം നേരം അവിടെ ഇരുന്നതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ ആയില്യാർ കാവ് എന്ന് പറയുന്നൊരു ബോർഡും അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാനൊന്ന് വായിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് അതിനോടൊരു കൗതുകം തോന്നിയപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളും ഒന്ന് വായിക്കാം കേട്ടോ, നല്ലതാണ്. നിങ്ങൾക്കത് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് ഇതിൽ കൂടി തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും അക്കരെ കൊട്ടിയൂരേക്ക് പോവുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. അത് കഴിക്കാനായി നമ്മൾ പോവുകയാണ്. നല്ല ചോറും സാമ്പാറും വെണ്ടയ്ക്കയും ഒക്കെ ആയിട്ട് നല്ലൊരു അന്നദാനം നമുക്ക് ഈ ഒരു ഉത്സവ കാലയളവിൽ നമ്മുടെ അക്കരെ കൊട്ടിയൂരിൽ നിന്ന് കിട്ടും. വയറ് നിറച്ച് തന്നെ ഭഗവാന്റെ പ്രസാദം ഇവിടെ വരുന്ന എല്ലാവരും കഴിക്കണം. പ്രസാദം ഒരിക്കലും വേസ്റ്റ് ആക്കാൻ പാടില്ല. അതവരിവിടെ 3 ഭാഷകളിലൊക്കെ ആയിട്ട് വിളിച്ചു പറയുന്നുണ്ട്. നമുക്ക് 1ാമതും 2ാമതും ഒക്കെ ആവശ്യത്തിനുള്ളത് അവർ തരും. കഴിക്കാനായി എത്ര വേണമെങ്കിലും അവർ നമുക്ക് തരും. പക്ഷേ ഭക്ഷണം, ഭഗവാന്റെ പ്രസാദം നമ്മൾ വേസ്റ്റ് ആക്കരുത്, അത്രയേ ഉള്ളൂ. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. കേരളത്തിൽ നിന്ന് പുറത്തുനിന്നൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട്. വരും കാലങ്ങളിൽ ശബരിമല പോലെ ഭക്തരുടെ പ്രളയം തന്നെ ആയിരിക്കും ഇവിടെ, അതിലൊരു സംശയവുമില്ല. ഈ പുണ്യഭൂമിയിൽ ഒരുപാട് ഭക്തർ എത്തുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ ഉപേക്ഷിക്കാതെ, പ്രകൃതിയെ വൃത്തികേടാക്കാതെ അതും കൂടി നോക്കാനായി മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതും ഒരു വലിയ ആവശ്യമാണ്. പല ഭാഷകളിൽ നമ്മുടെ ദേവസ്വത്തിലെ ആൾക്കാർ മൈക്കിൽ കൂടി ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു സുഖമാണ്. ഒരുപോലെ സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നു ഈ ഒരു പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലും ഒരു എനർജിയും നമുക്ക് ഇവിടെ ഈ മഴ നനഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാനായി സാധിക്കും. ഇവിടെ ദർശനത്തിനായി വന്നവർക്ക് ആ ഒരു ശക്തി, ആ ഒരു പ്രപഞ്ച ശക്തി മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. വർഷത്തിൽ ഒരു കാലയളവിൽ മാത്രം പല ദേശത്തു നിന്നും ഭക്തർ വേർതിരിവില്ലാതെ ഒത്തുചേരുന്ന പുണ്യഭൂമി, മഹാദേവന്റെ സന്നിധി, ദേവാദിദേവന്റെ സന്നിധി, കൊട്ടിയൂരപ്പൻ്റെ സന്നിധി, കൊട്ടിയൂർ പെരുമാളിൻ്റെ സന്നിധി. ഈ ലോകം മുഴുവൻ ഈ പുണ്യഭൂമിയുടെ തേജസ് പടർന്നു പന്തിലിക്കട്ടെ. എല്ലാവർക്കും ഈ പുണ്യഭൂമിയിൽ ദർശനം നടത്താനായി വരാനുള്ള സൗഭാഗ്യവും ഉണ്ടാവട്ടെ. നമ പാർവതി പതയേ ഹർ ഹർ മഹാദേവ്.
നമ്മൾ വൈകുന്നേരം വരെ ഈ തിരുസന്നിധിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ്. നമ്മൾ പതിയെ നടന്ന് ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ. മടക്കയാത്ര പോകാനായി രാത്രിയുള്ള ഭക്ഷണം തലശ്ശേരിയിൽ നിന്ന് കഴിക്കാനാണ് പ്ലാൻ. എന്താ പറയുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ തിരുസന്നിധിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും മനസ്സ് മുഴുവൻ ഇപ്പോഴും അവിടെ തന്നെയാണ് കേട്ടോ. ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ എന്തായാലും തലശ്ശേരി സ്റ്റേഷനിലെത്തി. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. നമുക്കിനി ഇവിടെ നിന്നാണ് നമ്മുടെ തിരിച്ചുള്ള യാത്ര. അത് ട്രെയിൻ നമ്പർ 166-30 മലബാർ എക്സ്പ്രസ്സിലാണ് നമുക്ക് യാത്ര കേട്ടോ. മലബാർ എക്സ്പ്രസ് എല്ലാ ദിവസവും രാത്രി തലശ്ശേരിയിൽ എത്തുന്നത് 9:15. ഈ ട്രെയിൻ തൊട്ടടുത്ത ദിവസം രാവിലെ 6:20 കൊല്ലം ജംഗ്ഷനിലെത്തും. സ്ലീപ്പറിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. 270 രൂപയായി കേട്ടോ. നമുക്ക് ഇതുവരെ ആയത്, അതായത് ഈ യാത്രയ്ക്ക് മുഴുവനായ ചെലവിൻ്റെ കാര്യം ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളതൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക കേട്ടോ. അങ്ങോട്ട് മാവേലി എക്സ്പ്രസ്സിന് നമുക്കായത് സ്ലീപ്പറിന് 265 രൂപയായിരുന്നു. ഇങ്ങോട്ട് മലബാർ എക്സ്പ്രസ്സിനായത് 270 രൂപ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള KSRTC ബസ് ചാർജ് 73+73 ആയിരുന്നു. പിന്നെ 2 ചായ 15+15. പിന്നെ അവിടെ ക്ലോക്ക് റൂമിൽ നമ്മുടെ ലഗേജൊക്കെ കൊടുത്തതിനൊരു 40 രൂപയായി. പിന്നെ മറ്റേ മുളയരി പായസം കുടിച്ചതിനൊരു 30 രൂപയും പിന്നെ ഒരു 100 രൂപ നമ്മുടെ നെയ് പായസത്തിനും. അങ്ങനെ എല്ലാം കൂടി പിന്നെ രാത്രിലത്തെ ഡിന്നറും കൂടെ അത് തലശ്ശേരിയിൽ നിന്നായിരുന്നു. 60 രൂപയായിരുന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നാണ് കഴിച്ചത്. അപ്പം മൊത്തത്തിൽ 941 രൂപയായി എൻ്റെ ഈ ഒരു ചെലവ്. എനിക്ക് പോയി വരാനായിട്ടുള്ള ചെലവിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു കൊട്ടിയൂർ യാത്രയെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിയേണ്ട പ്രധാന കാര്യങ്ങൾ. ട്രെയിനിൽ എങ്ങനെ വരാം, എവിടെ ഇറങ്ങണം, സ്റ്റേ, ടോയ്ലറ്റ്, ഫ്രഷപ്പ്, ക്ലോക്ക് റൂം, ദർശനം, അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ, വൈശാഖ മഹോത്സവം എല്ലാം പരമാവധി ഉൾപ്പെടുത്താനായി തന്നെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം കൂടി പറയാം. കൊട്ടിയൂർ യാത്ര ഒരു സാധാരണ ക്ഷേത്രയാത്ര മാത്രമല്ല, പ്രകൃതിയും ഭക്തിയും ആചാരങ്ങളും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു യാത്ര കൂടിയാണ് കേട്ടോ ഇത്. പോകുന്നവർ കഴിയുന്നതും നേരത്തെ എത്താൻ ശ്രമിക്കൂ. കുടിവെള്ളവും കയ്യിൽ കരുതണം. അവിടെ ധാരാളം ഉണ്ടെങ്കിലും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. മഴക്കാലമാണെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സ് അല്ലെങ്കിൽ കവർ കരുതുന്നത് നല്ലതാണ്. മഴ എന്തായാലും ഇവിടെ കൺഫേം ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും യാത്ര പോകുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു യാത്രാ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.